ഇനി കാർഷിക വാർത്തകൾ. ഖാരിഫ് സീസണിന് മുന്നോടിയായി രാജ്യത്ത് വിത്തുകൾക്കും വളങ്ങൾക്കും ക്ഷാമമുണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ആവശ്യമായ എല്ലാ കാർഷിക ഇൻപുട്ടുകളും മതിയായ തോതിൽ ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. മൺസൂൺ മഴയുടെ വരവോടെ ആരംഭിക്കുന്ന ഖാരിഫ് സീസണിന് മുന്നോടിയായി രാജ്യത്ത് വിത്തുകൾക്കും വളങ്ങൾക്കും ക്ഷാമമുണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2026 ഖാരിഫ് സീസണിൽ വിത്തുകളുടെ ആവശ്യകത 166 ലക്ഷം കിൻഡലാണെങ്കിലും ലഭ്യത 185 ലക്ഷം കിൻഡലിന് മുകളിലാണെന്ന് കൃഷി മന്ത്രാലയം വ്യക്തമാക്കി. നെല്ല്, സോയാബീൻ, നിലക്കടല, ചോളം എന്നിവ ഉൾപ്പെടെ പ്രധാന വിളകളിൽ മിച്ചവും രേഖപ്പെടുത്തി. വളങ്ങളുടെ കാര്യത്തിലും ആശങ്ക വേണ്ടെന്ന് സർക്കാർ അറിയിച്ചു. ഏകദേശം 390 ലക്ഷം ടൺ വളം ആവശ്യമാണെങ്കിലും സ്റ്റോക്ക് മതിയായ നിലയിലാണുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 46% കൂടുതൽ സ്റ്റോക്ക് നിലവിലുണ്ടെന്നാണ് വിവരം. കർഷകർക്ക് ആവശ്യമായ വളങ്ങൾ സമയത്ത് ലഭ്യമാക്കാൻ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, കള്ളക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കൂടാതെ കർഷക ID പദ്ധതിയിലൂടെ കർഷകരെ കൂടുതൽ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നിലവിൽ 9 കോടിയിലധികം കർഷകർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഖാരിഫ് സീസൺ മുന്നിൽ കണ്ട് സംസ്ഥാനങ്ങളുമായി കേന്ദ്രം നിരന്തരം ചർച്ചകൾ നടത്തി തയ്യാറെടുപ്പുകൾ ശക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷികാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കളനാശിനി പാരാക്വാറ്റ് രാജ്യവ്യാപകമായി നിരോധിക്കണമെന്ന ആവശ്യം തെലങ്കാന സർക്കാർ 60 ദിവസത്തേക്ക് പാരാക്വാറ്റ് നിരോധിച്ചതിന് പിന്നാലെയാണ് ആവശ്യം ശക്തമായത്. അതീവ അപകടകാരിയായ കളനാശിനി പാരാക്വാറ്റിന് കഴിഞ്ഞ ദിവസമാണ് തെലങ്കാന സർക്കാർ താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്തുടനീളം പാരാക്വാറ്റിന്റെ വിൽപ്പന, സംഭരണം, വിതരണം, നിർമ്മാണം എന്നിവയ്ക്ക് 60 ദിവസത്തെ വിലക്കാണ് ഏർപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് കളനാശിനി രാജ്യവ്യാപകമായി നിരോധിക്കണം എന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. നിലവിൽ ലോകത്തെ 70-ലധികം രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട ഈ രാസവസ്തു ഇന്ത്യയിൽ ഇന്നും വ്യാപകമായി ലഭ്യമാണ്. തെലങ്കാനയിലെ താൽക്കാലിക നിരോധനം സ്വാഗതാർഹമാണെങ്കിലും ഇത് രാജ്യവ്യാപകമായി പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് കാർഷിക വിദഗ്ധരും ഡോക്ടർമാരും ആവശ്യപ്പെടുന്നത്. കേരളം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഈ കളനാശിനിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. തെലുങ്ക് നടൻ രാഹുൽ രാമകൃഷ്ണയുടെ സഹോദരൻ പാരാക്വാറ്റ് വിഷബാധയെ തുടർന്ന് മരിച്ചത് രാഹുൽ രാമകൃഷ്ണ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതോടെയാണ് വിഷയം പൊതുശ്രദ്ധ പിടിച്ചുപറ്റിയത്. മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് നികത്താനാകാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ് പാരാക്വാറ്റ്. ഇതിന് നിലവിൽ കൃത്യമായ മറുമരുന്ന് ലഭ്യമല്ല എന്നത് ഇതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ സോയാമീൽ ഉപഭോഗം 2026-27 വർഷത്തിൽ 7% കുറവുണ്ടാകുമെന്ന് റിപ്പോർട്ട്. കന്നുകാലി കോഴിത്തീറ്റകൾക്കായി വില കുറഞ്ഞ ബദൽ മാർഗങ്ങളിലേക്ക് കർഷകർ മാറുന്നതാണ് ഇതിന് പ്രധാന കാരണം. അതേസമയം സോയാമീലിന്റെ കയറ്റുമതിയിൽ വൻ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. സോയാമീലിന്റെ വില വർധന ചെറുകിട വൻകിട കർഷകരെ മറ്റു മാർഗങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് USDA-യുടെ വിലയിരുത്തൽ. ഇന്ത്യയിൽ എത്തനോൾ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ ഉപോൽപ്പന്നമായ ഡിസ്റ്റിലേഴ്സ് ഡ്രൈഡ് ഗ്രെയിൻസിന്റെ ലഭ്യത കൂടിയിട്ടുണ്ട്. സോയാമീലിന് പകരമായി കുറഞ്ഞ ചെലവിൽ അരിത്തവിട് ഉപയോഗിക്കുന്നതിലേക്ക് പൗൾട്രി, കന്നുകാലി മേഖലകൾ വേഗത്തിൽ മാറുകയാണ്. ആഭ്യന്തര വിപണിയിൽ തിരിച്ചടി നേരിടുമ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ സോയാമീലിന് വൻ ഡിമാൻഡ് ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് ഇന്ത്യൻ സോയാമീൽ കയറ്റുമതിയിൽ വൻ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ജനിതകമാറ്റം വരുത്താത്ത ഇന്ത്യൻ സോയാബീൻ മീലിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആവശ്യക്കാർ ഏറെയാണ്. ഇത് കയറ്റുമതി 13% വർദ്ധിക്കാൻ സഹായിക്കുമെന്നാണ് USDA-യുടെ കണക്കുകൂട്ടൽ. റേപ്സീഡ് മീലിന്റെ കയറ്റുമതിയിൽ 10% വർധനവുണ്ടാകുമെന്നും കരുതപ്പെടുന്നു. 2025-ലെ റെക്കോർഡ് വാങ്ങലുകൾക്ക് ശേഷം ചൈന തന്നെയായിരിക്കും ഇതിന്റെ പ്രധാന ഇറക്കുമതി രാജ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.